എൻ്റെ പേര് ബ്ലൈസു വർഗീസ് എന്നാണ്. മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു വയോജന മന്ദിരമാണിത്. കാട്ടാക്കട ചാരുപാറയിലുള്ള മർത്തോമ വയോജന മന്ദിരം അഗതികളായ അനാഥരാക്കപ്പെടുന്ന ആളുകളെ പുനരധിവസിപ്പിക്കുന്ന ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം ഫോർ വിമൻ ആണ്. ഇവിടെ ഇപ്പോൾ 22 അന്തേവാസികളാണ് ഉള്ളത്. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും പാചകവും മറ്റാവശ്യങ്ങളുമൊക്കെ ഉള്ളപ്പോൾ അതിനുവേണ്ടി ബയോടെക്കുമായി ബന്ധപ്പെട്ട് ഒരു ബയോഗ്യാസ് പ്ലാന്റ്, ഇൻസിനറേറ്റർ, അതേപോലെ തന്നെ അക്വാപോണിക്സ് സംവിധാനങ്ങൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റെടുത്ത് മനോഹരമായി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. ഈ ബയോടെക്കിൻ്റെ ബയോഗ്യാസ് പ്ലാന്റ് വളരെയധികം പ്രയോജനപ്രദമായി തീർന്നിട്ടുണ്ട്. കാരണം ഈ ഗ്യാസ് അതിൻ്റെ വില ഗ്യാസ് സിലിണ്ടറിൻ്റെ വില അനിയന്ത്രിതമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള ഫുഡ് വേസ്റ്റ് ഉപയോഗിച്ച് ഈ പ്ലാന്റ് ഉപയോഗപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ രാവിലെ ഉള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള പാചകം ഈ ബയോഗ്യാസ് പ്ലാന്റിലൂടെയാണ് ലഭിക്കുന്നത്. അത് വളരെയധികം പ്രയോജനകരമായിട്ട് ഉപയോഗപ്രദമാകുന്നു. തിരുവനന്തപുരത്തുള്ള HAL കമ്പനിയുടെ CSR പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ബയോടെക്കുമായി ബന്ധപ്പെട്ട് ഇത് സ്ഥാപിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. നമ്മുടെ മന്ദിരത്തിൽ കുറേ ജീവികളൊക്കെ ഉണ്ട്. മുയലിനെ വളർത്തുന്നുണ്ട്, അതേപോലെ തന്നെ ലവ് ബേഡ്സ് ഉണ്ട്, ഫിഞ്ചസ് ഉണ്ട്, ജൈവ കൃഷിയുണ്ട്. ഈ മുയൽ വളർത്തലും അതേപോലെ തന്നെ ജൈവ കൃഷിയും ഫിഞ്ചസും കിളികളും എല്ലാം ഗ്രൂപ്പ് തെറാപ്പിയുടെ ഭാഗമായിട്ടാണ് നാം ക്രമീകരിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങളിലൊക്കെ എല്ലാ അമ്മമാരുടെയും പങ്കാളിത്തം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവരെല്ലാം ഇപ്പോഴും മുയൽ കൂടുതൽ കുട്ടിയിടുന്നതും അതുപോലെ തന്നെ കിളികൾ അത് തീറ്റി കൊടുക്കുന്നതൊക്കെ നമ്മളെല്ലാം ഓർമ്മിപ്പിക്കുകയും അവരും അതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ഈ ഒരു മന്ദിരം എന്ന് പറയുന്നത് നല്ല സന്തോഷത്തിൻ്റെ ജീവജാലങ്ങളൊക്കെയുള്ള ഒരു ഏരിയയാണ് എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതെൻ്റെ മമ്മിയാണ്. മമ്മിയും എന്നോടൊപ്പം ഈ സ്ഥാപനത്തിൽ താമസിക്കുന്നുണ്ട്. നമ്മുടെ ലവ് ബേഡ്സ് ആണ്. നമ്മൾ ഈ കഴിഞ്ഞ വർഷം സെറ്റപ്പ് ചെയ്തതാണ് ഈ സ്വർണ്ണക്കൂട്. ബന്ദര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്നാണല്ലോ പറയുന്നത്. കിളികൾ ഈ പുതിയ കൂട്ടിൽ വന്നപ്പോഴത്തേക്കും കൂടുതലായി നല്ല രസമായിട്ട് ഞങ്ങളുടെ അമ്മമാർക്കൊക്കെ നല്ല കാഴ്ചയായിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ലോങ് ടൈം നീഡായിരുന്നു ഒരു ഇൻസിനറേറ്റർ വേണം എന്നുള്ളത്. അത് ബയോടെക്കുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിച്ചുകൊണ്ട് തന്നെ അത് വളരെയധികം പ്രയോജനകരമായിട്ട് നടത്താൻ സാധിക്കുന്നു. ഒപ്പം നമ്മളുടെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് നമ്മുടെ ഒരു താല്പര്യം വയോജന മന്ദിരങ്ങൾ എന്ന് പറയുന്നത് മരിക്കാൻ കാത്തിരിപ്പ് കേന്ദ്രങ്ങളല്ല, എന്നാൽ ഒരു രണ്ടാം ഇന്നിങ്സ്, ജീവിതത്തിൻ്റെ രണ്ടാം ഇന്നിങ്സ്, ഒരു പുതിയ തുടക്കം എന്ന നിലയിൽ ഇത് ആഘോഷത്തിൻ്റേതാകണം, പ്രവർത്തനങ്ങളുടേതാകണം എന്നുള്ളതത്രേ. അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് തെറാപ്പിയുടെ ഭാഗമായിട്ട് കൃഷി, മീൻ വളർത്തൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഇതിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. അതിന് അക്വാപോണിക്സിൻ്റെ സംവിധാനം ഉപയോഗപ്പെടുത്താനായിട്ട് സാധിച്ചു. ബയോടെക്കിൻ്റെ സേവനങ്ങൾ വളരെയധികം പ്രയോജനപ്രദമാണ്. അതിലുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. താങ്ക് യു.